നമസ്കാരം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയെ കുറിച്ചാണ്. സാധ്യതാ ചോദ്യങ്ങൾ എന്നുള്ള നിലയിൽ ആ ഒരു ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പല ജില്ലകളിലായിട്ട് ഈ ചോദ്യം വന്നതാണ്, പല രീതിയിൽ വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എടുക്കാം എന്ന് കരുതിയത്. എല്ലാവരും നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? അൻസി ടീച്ചറെ നോക്കിയിരുന്നോ? വേഗം വീഡിയോ ഓൺ ചെയ്തോ, കാണട്ടെ. കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, ആദ്യം ടീച്ചറിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. എന്റെ പേര് അൻസിറായം. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂർ ഗ്രാമപഞ്ചായത്തിലെ പൈമ്പാലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ എക്സാം എഴുതിയത് കാസർഗോഡ് ജില്ലയിലാണ്. ഇപ്പൊ ഇംഗ്ലീഷിലുണ്ട്. പിന്നെ വീട്ടില് ഉപ്പ ഉമ്മ, പിന്നെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്, ഒരു മോനും ഒരു മോളും. മോക്ക് 2 വയസ്സ് കഴിഞ്ഞ്, മോന് 5 വയസ്സും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെയാണുള്ളത്. ഞാന് B.Ed ഡിഗ്രി BSc ഫിസിക്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞു B.Ed 2017 B.Ed പാസ്സായത്. പിന്നെ ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു എയ്ഡഡ് സ്കൂളില്. ഇപ്പം വർക്കൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഹോബീസ്? ഹോബി ഗാർഡൻ, പൂന്തോട്ട പരിപാലനമൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലായിട്ടൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നല്ലോണം അതിലേക്ക് ഇറങ്ങണം. ഓക്കെ, പിന്നെ വേറെന്താ നമുക്ക് പ്രത്യേകിച്ച്? എന്തുകൊണ്ട് അധ്യാപനം തിരഞ്ഞെടുത്തു? അധ്യാപനം എനിക്ക് ചെറുപ്പം മുതൽ, എന്റെ ഉപ്പ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ഇപ്പം റിട്ടയർഡ് ആയ ആളാണ്. അപ്പൊ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പിന്നെ അതിലേക്ക് കൂടുതലായിട്ട് വരാനുണ്ടായ കാരണം, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഇങ്ങനെ പഠനത്തിന് ബാക്കിലുള്ള 1-2 ക്ലാസ്സിലൊക്കെ പഠനത്തിന് ബാക്കിലുള്ള കുട്ടികൾക്ക് നമ്മളിങ്ങനെ 7ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ അത്ര മികച്ച ആളൊന്നും അല്ലായിരുന്നു, എന്നാലും ടീച്ചർ എന്നെ സെലക്ട് ചെയ്തിരുന്നു അതിലേക്ക്. അപ്പൊ എനിക്കത് എനിക്ക് അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ഇതായി, എനിക്ക് പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായി. അതിലൂടെ അന്നേ എനിക്ക് അങ്ങനെ ഒരു ടീച്ചർ ആവണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. പിന്നെ +2 ഒക്കെ ആയ സമയത്ത്, +2 കഴിഞ്ഞപ്പോഴും വേറെ എൻട്രൻസ് കോച്ചിങ് അതിലേക്കൊന്നും പോകാൻ എനിക്ക് തോന്നിയില്ല. നേരിട്ട് ഡിഗ്രി കഴിഞ്ഞു, B.Ed എടുക്കാനാണ് B.Ed എടുത്തു. പിന്നെ ഒരു ഇതായിരുന്നു എന്റെ കുഞ്ഞു വന്നോട്ടെ ഒക്കെ നമ്മുടെ ഭാഗമാണ് അവരൊക്കെ. അങ്ങനെയാണ്. അപ്പം അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ടീച്ചിങ്ങിനോട് ഇഷ്ടമാണ്. പിന്നെ സമൂഹത്തിൽ നമുക്ക് കുട്ടികളെ, നമ്മൾ വേറെ ഏതൊരു പ്രൊഫഷനെക്കാട്ടിലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാന്ന് പറഞ്ഞു. അവരുടെ മനസ്സിനുള്ളിൽ ഒരു സ്ഥാനം ഉണ്ടാവാന്ന് പറയുന്നത് വേറെ ഒന്നിനും നമുക്ക് കിട്ടാത്ത ഒരു കാര്യമാണ്. അത് ഞാൻ ചെറുപ്പം മുതലേ ഉപ്പന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ആ ഒരു കാര്യം കണ്ടു വളർന്ന ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് കൂടുതലും ഈ ഒരു ഫീൽഡ് അത്ര ഇഷ്ടമാണ്. ഓക്കെ, ഒരുവിധം നന്നായി തന്നെ സംസാരിച്ചു. അപ്പൊ അതിനകത്ത് ഓർത്തെടുക്കലുകളില്ല. നമ്മളെ കുറിച്ച് പറയുമ്പോ ഒന്ന് എന്താണ് തുറന്ന് സംസാരിക്കാനും ഒക്കെ പറയണം. ഇവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോ സംസാരിച്ചാലും നമ്മളുടെ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ നമ്മളുടെ ഹോബിയെ കുറിച്ച്, നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഇവിടെ വരുമ്പോഴും ഇത് ടീച്ചിങ് ആണല്ലോ, അപ്പൊ എന്തുകൊണ്ട് പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട്. വാവയ്ക്ക് എത്ര വയസ്സായി? ഇപ്പൊ 2 വയസ്സ് കഴിഞ്ഞു. ഓക്കെ ടീച്ചറെ, ഇനി രമ്യ ടീച്ചർ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. വേഗം വേണേ. രമ്യ PK മ്യൂട്ടാ. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്താണ് എന്റെ വീട്. ഞാൻ പഠിച്ചതെല്ലാം ചെന്തേരി 1 മുതൽ 10 വരെ ചെന്തേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ +2 അവിടെ തന്നെ ചെയ്തു.
ഹോബി ഹോബി എനിക്ക് ഇവരെല്ലാരും ഡിസിപ്ലിൻ ഏരിയ തന്നെ ആയതുകൊണ്ട് എന്റെ ഹോബി അടുക്കളത്തോട്ടമാണ്. അവരതിലായത് കൊണ്ട് എന്റെ ഹോബി അടുക്കളത്തോട്ടമാണ്, അങ്ങനെയാണോ? അങ്ങനെയല്ല, ഞാൻ ചെറുതിലെ കണ്ട് ശീലമായതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യം അല്ലേ? ഇപ്പൊ ഈ സംസാരിച്ചപ്പോഴേ എന്തിനാണ് ഈ ഒരു പരിഭ്രമം, എന്തിനാണ് ഒരു ടെൻഷൻ ഉണ്ടോ? ഓർമ്മിച്ചെടുത്ത് സംസാരിക്കുന്നു. അപ്പൊ ഒഴുക്കോടെ നമ്മളെ കുറിച്ച് പറയുമ്പോ ഏറ്റവും വ്യക്തമായിട്ട് നമുക്കറിയാവുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരണം, സംസാരിക്കണം, നന്നായി പറയണം. ഇപ്പൊ ഓർത്തെടുക്കാൻ ഇങ്ങനെ കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ആലോചിച്ച് ഇനി എന്ത് പറയണം, അത്ര പ്രോസസ്സിങ് ഒന്നും വേണ്ട, അങ്ങ് പറഞ്ഞാൽ മതി, എല്ലാം വന്നോളും കേട്ടോ. ധൈര്യമായിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി. പിന്നെ ഹോബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയിപ്പോ എല്ലാം യുപിക്കാരാണ് കൂടുതൽ. പിന്നെ ഇപ്പൊ ഇന്ന് കയറിയവരൊക്കെ യുപി ആണെന്ന് തോന്നുന്നു, ഷിഫ ടീച്ചർ ഒഴിച്ചല്ലേ? ഷിഫ ടീച്ചർ യുപി ആണോ? യുപി ആ. അപ്പോ ഇനി നിങ്ങൾക്ക് ഹോബി സെറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്, ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ ഓർത്തെടുക്കുക, നിങ്ങളുടെ പഴയ ഹോബികളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു പോകണം. അതായത് നിങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത്, നമ്മൾ സ്റ്റുഡൻസ് ആവുന്ന സമയത്തും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നിട്ടുണ്ടാവും. ഇപ്പൊ ജീവിതം നമ്മളുടേതല്ലാത്ത പല ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സാക്രിഫൈസിന്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ സമയം ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഹോബികൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. പിന്നെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഹോബികളിലേക്ക് നമ്മളങ്ങ് തിരിയും. ഒരിച്ചിരി സമയം എവിടെങ്കിലും പോയി ഒന്ന് ചെലവഴിക്കണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പറയും. ഇപ്പൊ രമ്യ ടീച്ചർ തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ ഇത് കണ്ടു വളർന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ അതായതുകൊണ്ട് ഞാൻ കൃഷിയിലേക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതല്ലാതെ കുട്ടിയായിരുന്നപ്പോ ടീച്ചറിന് എന്തെങ്കിലും ഹോബി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഓർത്തെടുക്ക്. ഓരോ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്. ഇപ്പൊ ഇത് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് കൃഷി മോശമായതുകൊണ്ടോ പൂന്തോട്ട പരിപാലനം മോശമായതുകൊണ്ടോ അല്ല. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സും എഴുതുന്നത് ഇത് തന്നെയാണ്. കൃഷി അല്ലെങ്കിൽ അടുക്കളത്തോട്ടം, അതല്ലെങ്കിൽ പൂന്തോട്ട പരിപാലനം. നമ്മൾ കൃത്യമായി അതിലേക്ക് അത്രയും ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ ആയിക്കോട്ടെ. അല്ലാണ്ട് നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കണ്ടെത്താനും ഇനി ചെയ്യാനും, ഹോബി എന്ന് പറയുന്നത് എപ്പോഴും വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കണമെന്നൊന്നുമില്ല. നമുക്ക് അപ്പോഴും തോന്നുന്ന ഒരാഴ്ചക്കാലമായിട്ട് ഞാനിപ്പോൾ ഇതാണ് ചെയ്യുന്നത്, അത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ? നമ്മളുടെ സമയം നമ്മൾ വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ നന്നായി ആലോചിച്ച്, പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്നും കൂടി എല്ലാവരും എന്ത് ഹോബി ഞാൻ എന്താണ് വെക്കേണ്ടത് എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ നമ്മളുടെ മോട്ടിവേഷൻ ഫാക്ടർ, ഇതിലൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന കണക്ക് എഴുതാൻ പറ്റുന്നത്. അതുപോലെ സന്നദ്ധതാ പ്രവർത്തനങ്ങൾ, ബയോഡേറ്റയിൽ ഒരു കോളം പോലും ഒഴിച്ചിടരുത്. പറഞ്ഞ് ഞാൻ മടുത്തതാണ്. എൽ പിയിൽ ഞാൻ നമ്മളുടെ ബയോഡേറ്റ ഫോം ഫില്ല് ചെയ്യുന്ന ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾക്ക് 2 ക്ലാസ് ഒക്കെ തന്നിരുന്നു പഴയ കുട്ടികൾക്ക്. പുതിയ ആളുകൾക്ക് ഇനി ആ ലിങ്ക് തരാൻ യൂട്യൂബിന്റെ ചില ടെക്നിക്കൽ ഇത് കാരണം നമുക്ക് പഴയ ഒരു മെയ് 2 മുൻപുള്ള ക്ലാസ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ അതെല്ലാം ടോപ്പിക് വൈസ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച് നിങ്ങൾക്കായി ക്ലാസ്സുകൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പഴയ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് തരാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പഴയ കുട്ടികൾക്ക് 2 ബയോഡേറ്റയുടെ ക്ലാസ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ പബ്ലിക്കാക്കിയ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, നമ്മൾ ഏതൊഴിച്ചിട്ടാലും സയൻസ് ആൻഡ് ടെക്നോളജി ഒഴിച്ചിടരുത്. അതിനകത്ത് നമ്മൾ പോസ്റ്റർ നിർമ്മാണവും അതുപോലെ നമ്മൾ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ, വേർഡ്, പവർ പോയിന്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ധൈര്യമായിട്ട് അതൊക്കെ എഴുതണമെങ്കിൽ എനിക്കതേക്കുറിച്ച് അറിയില്ല എന്നൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഇപ്പൊ തൊട്ട് പ്രാക്ടീസ് ചെയ്തോണം, സമയമുണ്ട്. അപ്പൊ അങ്ങനെ ബയോഡേറ്റ ഫോം കാണണം, അത് എടുത്തു വെച്ച് ഫില്ല് ചെയ്ത് പഠിക്കണം കേട്ടോ. എല്ലാവരും ഫില്ല് ചെയ്ത് വെക്കണം. ഞാൻ പറയുമ്പോൾ അത് ഒരു ദിവസം ആക്ടിവിറ്റി ആയിട്ട് തരും, അപ്പോഴത്തേക്ക് അത് ചെയ്ത് തയ്യാറാക്കി ഇടണം. അപ്പോ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ, എളുപ്പമുള്ള രീതിയിൽ ചോദിക്കാണ്. അൻസി ടീച്ചർ തന്നെ പറഞ്ഞോളൂ. ഹവാർഡ് ഗാർഡനർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? പിന്നെ അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ കാരണമായ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഏതാണ്? അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇത്ര മാത്രം പറഞ്ഞാൽ
തുവാക്കാരനെ ഓർമ്മ വരുമ്പം അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ്. അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1983. അദ്ദേഹം ഒരു പുസ്തകത്തിലാണ് കൂടുതലായിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 1983 മനസ്സിന്റെ ചട്ടക്കൂട് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരാളിൽ തന്നെ പല രീതിയിലുള്ള ബുദ്ധികൾ ഉണ്ടാവും. അതിന് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും. ഇപ്പം ഒരു ആൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്ക് ചിലപ്പം പിന്നെ ഭാഷയിൽ നല്ല വൈവിധ്യം ഉണ്ടെങ്കിലും പാട്ട് പാടാൻ അദ്ദേഹം കുറച്ച് പിറകിലായിരിക്കും. അപ്പം നമ്മൾ ഒരാളെയും ഒരു ബുദ്ധിയുടെ പേരിൽ അളക്കാൻ അയാൾ ഏറ്റവും മുന്നിലാണ്, മറ്റുള്ളവർ പിറകിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എല്ലാവരിലും ആ ഒരു ബുദ്ധി തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റക്കുറച്ചിലുകളോട് കൂടിയിട്ടാണ് ഉള്ളത്. അപ്പം അദ്ദേഹം ഒരു 9 തരത്തിലുള്ള ബുദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം സംഗീതപരമായിട്ടുള്ള ബുദ്ധി, യുക്തിയും ഗണിതപരമായിട്ടുള്ള ബുദ്ധി, ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, അതുപോലെ വ്യക്തിയാന്തര ബുദ്ധി, അന്തർവൈയക്തിക ബുദ്ധി, പിന്നെ അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി, അങ്ങനെ ഒരു 9 തരത്തിലുള്ള ബുദ്ധികളുണ്ട്. ഈ ബുദ്ധികളിൽ ഏറ്റക്കുറിച്ചിലുകൾ ഓരോരുത്തരും വരാം. അപ്പൊ നമ്മളുടെ ഒരു സ്കൂൾ, നമ്മളിപ്പം ഇത് നമ്മളുടെ ഒരു സ്കൂൾ ടീച്ചിങ് ഫീൽഡിലേക്ക് നമ്മൾ ഇതിനെ ബന്ധപ്പെടുത്തുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കില്ല. അതില് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ അതോടൊപ്പം തന്നെ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികളുണ്ടാവും, നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും. ചിലപ്പം പഠിക്കാൻ കുറച്ച് ബേക്കിലാണെങ്കിലും നമ്മൾ ചെറിയ സംവാദം ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്ത് നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം പല രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവരോരോരുത്തരെയും മനസ്സിലാക്കി അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന്റെ ഏറ്റവും മികച്ച രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ടീച്ചർ എന്ന നിലയിൽ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതാണ് അദ്ദേഹം പറയുന്നത്. ആരാത്? ഏത് സുന്ദരി അത് സംസാരിക്കുന്നേ? അവയുടെ പേരെന്താ? എന്താ പേര്? അയ്യോ, എനിക്ക് മനസ്സിലായില്ല. എന്തോ അൻസി ടീച്ചറെ? പിങ്കിയോ? മിടുക്കിയാണല്ലോ. ഓക്കെ. ടീച്ചറെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? പറയുമ്പോ എന്താണ് തോന്നുന്നതും പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തലിന് അല്ലെങ്കിൽ സിദ്ധാന്തത്തിനുള്ള പ്രാധാന്യം എത്രത്തോളമാണ് ഇതായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ വിശദീകരിച്ച് ഓരോ ബുദ്ധി അങ്ങനെ പറയേണ്ട കാര്യം ഇല്ല. നമ്മൾ കേൾക്കുന്ന ചോദ്യത്തിന്റെ അകത്ത് നിന്ന് ഉത്തരം പറയാനായിട്ട് ഒന്നും കൂടി ഒന്ന് ചുരുക്കാം നമുക്ക് കേട്ടോ. കാര്യം നമുക്ക് അത്രയും സമയം തരില്ല. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പൊ നമുക്കൊരു തൃപ്തി വരില്ല. അവര് ചോദിച്ച ചോദ്യത്തിന് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉത്തരം പറഞ്ഞ ശേഷം അവര് കേൾക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു പോവാം. അപ്പൊ ഹവാർഡ് ഗാർഡനർ എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ പറയും ഹവാർഡ് ഗാർഡനർ എന്ന പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ്. ബുദ്ധിയെക്കുറിച്ച് ധാരാളം സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോ ഏറ്റവും അധികം അംഗീകരിക്കുന്നത് ഹവാർഡ് ഗാർഡനറുടെ ബുദ്ധി സിദ്ധാന്തമാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ബുദ്ധിക്ക് 9 തരം ബുദ്ധികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ നിലവിലെ പാഠ്യപദ്ധതി പ്രകാരം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്നത്. കുട്ടികളുടെ എല്ലാത്തരം കഴിവുകളെയും പരിപോഷിപ്പിക്കണമെന്ന് KCF 2023 മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെയാണ്. അതിനു മുൻപും ഇത്തരത്തിൽ തന്നെയുള്ള ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ ടാലന്റ് ലാബൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുട്ടികളുടെ ബുദ്ധി ഏതൊക്കെ മേഖലകളിലാണെന്ന് കണ്ടെത്തുക, ആ കണ്ടെത്തലുകൾ അനുസരിച്ച് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഹവാർഡ് ഗാർഡനറുടെ ബുദ്ധി സിദ്ധാന്തം ഒരു അധ്യാപികയ്ക്ക് പ്രയോജനപ്പെടുത്താനാകും. അപ്പം അത്തരം കഴിവുകളെ അടിസ്ഥാനമാക്കി ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ആ ക്ലാസ് റൂം ആക്ടിവിറ്റികളോട് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും
ക്ലാസ്സിനോട് താല്പര്യം ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികൾ പഠനത്തിൽ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യും. ആ ഒരു രീതിയിലേക്ക് നമുക്കതിനെ പറയാനാകും കേട്ടോ. ഓക്കെ, രമ്യ ടീച്ചറെ ഭാഷാപരമായ ബുദ്ധി, ഒരു കുട്ടിയിലെ ഭാഷാപരമായ ബുദ്ധിയെ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താനാകുക, എങ്ങനെ തിരിച്ചറിയാനാകും? എന്തൊക്കെയോ സവിശേഷതകൾ കാട്ടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. വീഡിയോ 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 ആയി ടീച്ചർ. ഭാഷാപരമായ ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ സംസാരിക്കുമ്പോൾ അവർക്ക് നല്ല സ്ഫുടത ഉണ്ടാവും. പിന്നെ അവർ എഴുതുന്നതിൽ അവർക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടാവും. പിന്നെ വിവരങ്ങൾ എപ്പോഴും ഓർത്ത് പറയും. പിന്നെ ഓർത്ത് പറയോ ഒഴുക്കോടെ പറയോ? ഒഴുക്കോടെയും പറയും, പിന്നെ കാര്യങ്ങൾ ഓർത്ത് പറയുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം പറയുമ്പോൾ അത് വ്യക്തതയോടെ എപ്പോഴും അവർ പറയും. പിന്നെ അവർക്ക് എഴുതാനുള്ള കഴിവുണ്ടാവും, കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ടാവും. പിന്നെ അതുകൊണ്ട് നമ്മളൊരു സബ്ജക്ട് ഇട്ട് കൊടുത്താൽ അതിലുള്ള പോയിന്റ്സ് കണ്ടന്റ് അവര് ധാരാളം കണ്ടന്റുകൾ അവർ പറയും. പറഞ്ഞു ടീച്ചറെ, കേൾക്കുന്നുണ്ട്. പിന്നെ നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടാവും അവർക്ക്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എഴുതാനുള്ള കഴിവുണ്ടാവും. പിന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഭാഷാപരമായ ബുദ്ധിയാണ് ഉള്ളതെങ്കിൽ നമുക്ക് കുട്ടികളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനാകും. കാരണം നമ്മുടെ ക്ലാസ് റൂമുകളിലെ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ഒന്നും വേണ്ട, സൗഹൃദ സംഭാഷണമാണെങ്കിലും കുട്ടികൾ ഉപയോഗിക്കുന്ന ഭാഷ, അവർ നല്ല രീതിയിൽ ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനാകും അവരിൽ ഭാഷാപരമായ ബുദ്ധി വികാസം സാധ്യമായ കുട്ടികളാണ്, അല്ലെങ്കിൽ അത് മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ക്ലാസ് റൂം ആക്ടിവിറ്റികൾ കൊടുക്കുമ്പോൾ ഭാഷാ പഠന ക്ലാസ്സുകളിൽ കൂടുതൽ തൽപരരാകുക, അതുപോലെ അവർ എഴുത്തിലും വായനയിലും ഒക്കെ മുന്നോട്ട് നിൽക്കുക, വായിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒരു ലക്ഷണമായിട്ട് എടുക്കാം. എന്ന് കരുതി ഈ നന്നായി പ്രഭാഷണം നടത്തുന്ന കുട്ടി ഭാഷാപരമായി മുന്നിലാണ്, ആ കുട്ടികൾ നന്നായി എഴുതണമെന്നില്ല. പ്രഭാഷണം നടത്തിയെന്ന് കരുതി എഴുത്തിലും അവർ ആ ശേഷി അത്രത്തോളം കാണിക്കണമെന്നുമില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്കും ആകാം അവരുടെ കഴിവ് എന്ന് പറയുന്നത്. എങ്കിലും അവർ ഭാഷാപരമായ ബുദ്ധിയിൽ ഉയർന്നു നിൽക്കുന്നവരാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാനാകും. അപ്പൊ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ, അതുപോലെ തന്നെ ക്ലാസ് റൂമിലെ പിന്നെ മറ്റു പ്രവർത്തനങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ അല്ലാതെ പാഠ്യേതര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോഴൊക്കെ ഒരു അധ്യാപികയ്ക്ക് കുട്ടികളെ നിരീക്ഷണ വിധേയമാക്കി അവർ ഏത് ബുദ്ധി നിലവാരമാണ്, ഏത് തരം ബുദ്ധിയാണ് അവര് കൂടുതൽ പ്രകടമാക്കുന്നതെന്ന് കണ്ടെത്താനാകും കേട്ടോ. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്, എഴുത്ത്, വായന തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവർക്കൊരു ടോപ്പിക് ഇട്ടെടുത്തിട്ട് കവിത എഴുതാൻ അവരോട് പറയാം. അതുപോലെ ഇതുപോലെ തന്നെ ഒരു ടോപ്പിക് കൊടുത്ത് അവരോട് സംസാരിക്കാൻ പറയാം അതിനെക്കുറിച്ച്. പിന്നെ ആശയവിനിമയ ശേഷി എങ്ങനെയായിരിക്കും ഇവർക്ക്? നന്നായിട്ടുണ്ടാവും. നന്നായിട്ട് സംസാരിക്കാൻ, ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുമായി നന്നായിട്ട് റാപ്പോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ കുട്ടികൾക്ക് കഴിയും അല്ലേ? അപ്പൊ നല്ല ആശയവിനിമയ ശേഷി ഉണ്ടാവും. അപ്പൊ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യവഹാര രൂപം എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. സംവാദം നടത്താം. ഇത്രയും പറയണ്ട, സംവാദം ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനാകും എന്ന് വെച്ചാല് നമുക്ക് ക്ലാസ് റൂമിൽ സംവാദങ്ങൾ സംഘടിപ്പിക്കാം, ചർച്ചകൾ സംഘടിപ്പിക്കാം അല്ലെ? പ്രഭാഷണത്തിനും പ്രസംഗത്തിനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കാം. അപ്പൊ ഈ പറയുന്ന ഞാൻ അതാണ് പറഞ്ഞത്, ഇപ്പൊ പ്രസംഗിക്കാൻ കഴിവുണ്ടെന്ന് കരുതി നന്നായി കവിത എഴുതണമെന്നില്ല. എങ്കിലും ആ കുട്ടിയിൽ എന്താണ്, ഏത് ഭാഷാപരമായ ബുദ്ധി തന്നെയായിരിക്കും ഉയർന്നു നിൽക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒക്കെയാണ് സാധ്യതകൾ. ഈ കുട്ടിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടത് അധ്യാപികയുടെ അധ്യാപികയെ ആശ്രയിച്ചിരിക്കുന്നതാണ്.
അതായത് ഭാഷാപരമായ ഒരു കുട്ടി മുന്നിലേക്കാണ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഏതൊക്കെ മേഖലകളിലാണ് അവൻ മുന്നിലെന്ന് അധ്യാപിക കണ്ടെത്തി ആ കഴിവിനെ പരിപോഷിപ്പിക്കണം എന്ന അങ്ങനെയല്ലേ വേണ്ടത്. ആ കഴിവിനെയാണ് പിന്നീട് പരിപോഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്ങനെയാണെന്ന് കണ്ടെത്താം. അതെ. അങ്ങനെയാണെങ്കിൽ ശ്രവ്യ ടീച്ചറെ. ഓണാക്കിയല്ലേ, സൗണ്ട് വന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഷാപരമായ ബുദ്ധി പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടി ടീച്ചറിന്റെ ക്ലാസ് റൂമിലുണ്ട്. ഭാഷാപരമായ ബുദ്ധി ആ കുട്ടിയിലുണ്ട്. നന്നായി പാട്ട് പാടും, നന്നായി എന്താണ് കവിതകൾ എഴുതും, അതുപോലെ പ്രഭാഷണമൊക്കെ നടത്തും. ഇങ്ങനെയുള്ള ഒരു കഴിവുകളുള്ള ഒരു കുട്ടി ടീച്ചറിന്റെ ക്ലാസ്സിലുണ്ട്. മതിയായ സാഹചര്യം അവന്റെ വീട്ടിലില്ല. അപ്പൊ ആ കുട്ടിയെ പരിപോഷിപ്പിക്കാൻ, അതിന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ, ഭാഷാപരമായ ബുദ്ധിയുടെ നിലവാരം ഉയർത്താൻ ടീച്ചറിന് എന്തൊക്കെ ചെയ്യാനാകും? ക്ലാസ്സിൽ തന്നെ ഇപ്പോ പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാം. സംവാദങ്ങളായാലും ചർച്ചകളായാലും പ്രഭാഷണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ക്ലാസ്സിൽ സംഘടിപ്പിക്കുമ്പോൾ ആ തലത്തിലുള്ള കുട്ടികൾ കണ്ടെത്തി നമുക്ക് പ്രത്യേകപരമായ ഒരു പരിഗണന കൊടുക്കാം. അതുപോലെ തന്നെ ടാലന്റ് ലാബിന്റെ സൗകര്യമുണ്ട്. അത് ഉപയോഗിച്ച് ആ കുട്ടിയുടെ എഴുത്തിനാണ്, കവിത രചന അങ്ങനത്തെ രീതിക്കാണ് താല്പര്യം, അതിലേക്ക് കുട്ടിയെ എത്തിക്കാനായിട്ട് കുട്ടിയെ പുതിയ കവിതകൾ രചിക്കാനായിട്ട് പ്രേരിപ്പിക്കാം. അതുപോലെ സ്കൂളുകളിൽ കലാ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ കുട്ടിയെ അതിലേക്ക് കൊണ്ടുവരാം. ആ കുട്ടിയെ കൂടുതൽ വായിക്കാനും എഴുതാനൊക്കെ നമ്മൾ പ്രചോദനം നൽകുക. അതിനതിന് പ്രോത്സാഹനവും നല്ല വാക്കുകളും സമ്മാനങ്ങളുടെ രൂപത്തിലൊക്കെ നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചെടുക്കാം. പിന്നീട് അവന്റെ പദസമ്പത്ത് കൂട്ടണ്ടേ? വായനയ്ക്കുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നു. പുത്തൻ വാക്കുകളും വാക്യത്തിൽ പ്രയോഗിക്കാനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കാം. അപ്പം നല്ല വാക്കുകൾ കണ്ടെത്തി, സാഹിത്യപരമായ വാക്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അവയൊക്കെ വാക്കുകളുണ്ട്, അവ കണ്ടെത്തി അത് കുട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന രീതിയിലേക്ക് നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കാം. വാചാപൂർത്തി പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നടത്താം. അതായത് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ട് ബാക്കി പിന്നെ പൂരിപ്പിക്കുന്ന രീതി, വായിച്ച കഥയുമായി ബന്ധപ്പെട്ട് പിന്നെ വാചകങ്ങൾ കൊടുത്തിട്ട് അത് പൂരിപ്പിക്കുക. അതുപോലെ തന്നെ ഇനി എന്ത് എന്നുള്ള രീതിയിലേക്ക് കഥകൾ പൂരിപ്പിക്കാനോ കവിതകൾ എഴുതാനോ ഒക്കെയുള്ള അവസരം കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാനാകും. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കാനാകും. അതെ, സൂക്ഷിച്ചു വെക്കാൻ പറയാം. അതുപോലെ തന്നെ കുട്ടികളുടെ മാഗസീനിലൊക്കെ രചനകൾ സംഭാവന ചെയ്യാൻ നമ്മൾ പറയുമല്ലോ, അപ്പൊ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെല്ലാം അവന് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മറ്റാർക്കെങ്കിലും കുറച്ചുകൂടി പോയിന്റുകൾ ഭാഷാപരമായ ബുദ്ധി ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ പറയാം. റെജിൻ ടീച്ചറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. നമുക്ക് ഇവർ പറഞ്ഞതല്ലാതെ നമുക്ക് അവസരം, നമുക്കിപ്പോ സർഗവേള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമല്ലോ, ക്വിസ് മത്സരങ്ങള്, അതിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്യാനൊരു അവസരം അവർക്ക് കൊടുക്കാമല്ലോ. അവതരണങ്ങൾക്കുള്ള അവസരം കൊടുക്കാം. പറഞ്ഞോളൂ, ടീച്ചറിന്റെ ആശയങ്ങൾ പറഞ്ഞോളൂ. അവസാനം ഞാൻ അങ്ങനെ അവർക്ക് ആ ഒരു അനൗൺസ്മെന്റ് സെക്ഷൻ അങ്ങനെ അവതരിപ്പിക്കാനുള്ള അത് കൊടുക്കാം. പിന്നെ യൂത്ത് ഫെസ്റ്റിവല് അങ്ങനത്തെ സമയത്ത് അവർക്ക് അനൗൺസ്മെന്റിനുള്ള അവസരങ്ങൾ കൊടുക്കാറുണ്ട്. ഞാനൊരു 11 മാസം ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെയിലി വേജ് ആയിട്ട്. അവിടെ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവരെ കൊണ്ടാണ് അനൗൺസ്മെന്റ് ചെയ്യിക്കുക. അതിൽ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കുട്ടീനെ വിളിച്ചിട്ട് അവർക്കാണ് മൈക്ക് കൊടുക്കുക. ടീച്ചേഴ്സ് പറയും എന്തൊക്കെ എങ്ങനെയൊക്കെ പറയണം എന്നുള്ളത് ഒരു ഓവറോൾ ഐഡിയ കൊടുക്കും, പിന്നെ അവരെ കൊണ്ടാണ് അത് നല്ലൊരു ഇതായിട്ട് തോന്നി, നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വേറെന്തെങ്കിലും? ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്താനുണ്ടോ? ജഷ്മ ടീച്ചറെ എന്തെങ്കിലും പറയാനുണ്ടോ?
വേറെ ഒന്ന് കോർത്തിണക്കി നന്നായി പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് വേണ്ടി ഉത്തരം പറയുന്ന രീതിയല്ലാതെ നമുക്ക് ഇന്റർവ്യൂ ഉള്ളതാണ്. ഭാഷാപരമായ ബുദ്ധി അത് ഇതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് അത്തരം കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കൊടുക്കാനാകും? ക്ലാസ്സിൽ സംവാദം ഏർപ്പെടുത്താം, സെമിനാറുകൾ സംഘടിപ്പിക്കാം, പറഞ്ഞോ. പിന്നെ പത്രവായന ക്ലാസ്സിൽ ഡെയിലി പ്രോത്സാഹിപ്പിക്കാം. പത്രവായന, പിന്നെ പാഠഭാഗം എല്ലാ ദിവസവും ഓരോ പാരഗ്രാഫ് വെച്ച് ഇങ്ങനെ കുട്ടികൾക്ക് മാറി മാറി വായിക്കാനുള്ള അവസരം കൊടുക്കാം. ആർക്കാ ഇന്റർവ്യൂ? ആന്നല്ലേ. എന്നാ ഇന്റർവ്യൂ? 9-ാം തീയതി. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പഠിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞതിൽ എങ്ങനെ, തൃപ്തയാണോ? അല്ല. എന്നാ ഒന്ന് തൃപ്തയാക്കി എന്ന് പറഞ്ഞ, തൃപ്തയാവട്ടെ. അതുപോലെ ഒന്ന് പറഞ്ഞേ. ഭാഷയെ പ്രോത്സാഹിപ്പിക്കാനായി ടീച്ചറിന്റെ ക്ലാസ്സിലെ ഭാഷാപരമായ ബുദ്ധി പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ആസൂത്രണം ചെയ്യും, അല്ലെങ്കിൽ ക്ലാസ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും? ഇതെല്ലാം ഒന്ന് ആലോചിച്ച് ഒന്ന് വേഗം നന്നായി പറഞ്ഞോളൂ. കഥ പറയാനുള്ള അവസരം നൽകും, കവിത ചൊല്ലാനുള്ള അവസരം നൽകും, ആസ്വാദനക്കുറിപ്പ് എഴുതാനും വായനാക്കുറിപ്പ് തയ്യാറാക്കാനും. ടീച്ചറെ അതിങ്ങനെ ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഇത് ചെയ്യും എന്ന് പറയാതെ ആദ്യം ആ കണക്ഷൻ, ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയത്തില്ലേ പകുതി ഭാഗം ചോദ്യത്തിലുണ്ട്, അതൊന്ന് എടുത്ത് നമ്മൾ കണക്ട് ചെയ്ത് പറയണ്ടേ. എന്റെ ക്ലാസ്സിൽ ഭാഷാപരമായ ബുദ്ധി പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങണ്ടേ? എന്റെ ക്ലാസ്സിൽ ഭാഷാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാല്, കുട്ടികൾക്ക് കവിത ഈണത്തോടെ ചൊല്ലാനുള്ള അവസരം നൽകും, ഒഴുക്കോടെ കഥ പറയാനുള്ള അവസരം നൽകും, പത്രവാർത്ത എല്ലാ ദിവസവും പത്രം വായിക്കാനുള്ള അവസരം നൽകും, പിന്നെ വാചാപൂരണ പരീക്ഷ. ഇങ്ങനെ ഓർത്തെടുത്ത് തത്തോ പുത്തോ എന്ന് പറഞ്ഞിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനല്ല പോകുന്നത്. നമുക്ക് ഭാഷാപരമായ ബുദ്ധി നമുക്ക് വേണം. അധ്യാപകർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ബുദ്ധി തലമാണ് അല്ലെങ്കിൽ മേഖലയാണ് അത് ഭാഷ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അത് നമ്മളത് പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ വേദിയാണ് ഇത്, ഇന്റർവ്യൂ. കണക്ട് ചെയ്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റണം, അതിന് പറ്റുന്ന ആളാണ്. ഇന്നിപ്പോ എന്ത് പറ്റി? ആണോ? ഞാൻ കണ്ടില്ല. പിന്നെ ലിങ്ക് കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ എത്തിയപാട് ആയിക്കോട്ടെ. ഓക്കെ, ബിന്ദുജ ടീച്ചറെ ഒന്ന് സംസാരിച്ചു നോക്കൂ. ഭാഷ കിടക്കുന്നതേ ഉള്ളൂ. ഭാഷാപരമായ ഉള്ള കുട്ടി എന്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവരുടെ കഴിവ് വികസിപ്പിക്കുന്നതിനായിട്ട് ചർച്ച, സെമിനാർ, സംവാദം തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ക്ലാസ്സുകളിൽ ആസൂത്രണം ചെയ്യും. അതുപോലെ തന്നെ കഥാരചന, കവിതാരചന തുടങ്ങിയ മേഖലകളുള്ള കുട്ടികളുടെ കഴിവ് വർദ്ധിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അവരെ കൊണ്ട് അവരുടെ കവിതകൾ കുട്ടികൾക്ക് മുന്നിൽ പാടാനുള്ള അവസരങ്ങൾ നൽകുകയും ഒപ്പം അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഒരു മാഗസിൻ പോലൊക്കെ തയ്യാറാക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നീട് സ്കൂളുകളുടെ ടാലന്റ് ലാബ് പോലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ കുട്ടികളുടെ കഴിവ് പരിപോഷിപ്പിക്കാൻ വേണ്ടി വെളിയിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സണെ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം
ശാസ്ത്രമേളയിൽ എന്ന് ഉദ്ദേശിച്ചു? ശാസ്ത്രമേളയില് ഈ കണക്ക് ഓരോ കഴിവുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ശാസ്ത്രമേള ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് ചേരാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യും. ഏത് മേഖലയാണെന്നനുസരിച്ചിട്ട്. പിന്നീട് സ്കൂളിൽ നടക്കുന്ന കലോത്സവം, ആനിവേഴ്സറി, അതുപോലെയുള്ള സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റികളിലും ഈ ഭാഷാപരമായുള്ള കുട്ടിയെ മുന്നോട്ട് വരാൻ ഉള്ള സഹായങ്ങൾ കൊടുക്കുകയും അവരതിനകത്ത് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. മതി 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 മതി. ഒരുവിധം നന്നായിട്ട് കുറെ പോയിന്റുകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ അതങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ഭാഷാപരമായ ബുദ്ധിയുള്ളവർക്ക് വാക്കുകളും ഭാഷയും ഒക്കെ നന്നായി വിനിയോഗിക്കാൻ കഴിയുന്നവരാണ്. അപ്പൊ ഇത്തരം ബുദ്ധി വികാസം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയുടെ ഈ ഒരു തലം കൂടുതൽ പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അധ്യാപിക പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഈ കഴിവുകളെ വ്യക്തമാക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ ആകും വിധമുള്ള പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൽ ഒരുക്കി കൊടുക്കണം. ഇതിനെല്ലാം അപ്പുറം ഈ പഠന പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതും ഒക്കെയാണ്. അപ്പൊ ഇതിനെല്ലാം അപ്പുറം ഇത്തരം കുട്ടികളുടെ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ബുദ്ധിവികാസത്തെ കൂടുതൽ അത് മെച്ചപ്പെടുത്തത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. അതിന് നമുക്ക് ടാലന്റ് ലാബിന്റെ സഹായം തേടാവുന്നതാണ്. ടാലന്റ് ലാബ് കൃത്യമായി പ്രവർത്തന യോഗ്യമായ സ്കൂളുകളിൽ അതിന് ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു അധ്യാപിക ഉണ്ടാകും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പരിശീലനം നൽകാനായിട്ട് നമുക്ക് നമ്മുടെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ നിന്നും SRG, SMC തുടങ്ങിയ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതൊന്നുമല്ലാതെ നമുക്ക് പുറമേ നിന്നുള്ള ഈ സാഹിത്യപരമായ അല്ലെങ്കിൽ ഭാഷാപരമായ ശേഷി വികസിച്ചിട്ടുള്ള വ്യക്തികൾ അവരുടെ സേവനങ്ങൾ നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് വേണ്ട ശില്പശാലകൾ സംഘടിപ്പിച്ചും അവരുമായി ഇത്തരം ഇപ്പം കവികൾ അല്ലെങ്കിൽ കഥാകൃത്തുക്കൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ കുട്ടികളുമായി സംസാരിക്കാനും അവരുടെ അനുഭവങ്ങൾ പറയാനും അവരെങ്ങനെയാണ് രചനകളിൽ മികച്ചതായത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രഭാഷണങ്ങളിൽ അവരുടെ പ്രഭാഷണത്തിന്റെ ശൈലി എങ്ങനെയാണ് അവർ വികസിപ്പിച്ചെടുത്തത്, ഒരു പ്രസംഗ രീതി എങ്ങനെയാണ് അവർ മെച്ചപ്പെടുത്തുന്നത് തുടങ്ങിയ അവരുടെ അനുഭവങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും അതുപോലെ ഇത്തരം പരിശീലന കളരികൾ സ്കൂളുകളിൽ ഒരുക്കാനും ഒക്കെ ഞാൻ തീർച്ചയായും ശ്രമിക്കും. ഇതിലൂടെ നമുക്ക് ആ കുട്ടികളുടെ ഭാഷാപരമായ ബുദ്ധിവികാസം കൂടുതൽ മികച്ച രീതിയിലേക്ക് സാധ്യമാക്കാനായിട്ട് നമുക്കാകും. അതുപോലെ തന്നെ കുട്ടികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ക്ലാസ് റൂം ലൈബ്രറികളും സ്കൂൾ ലൈബ്രറിയും ഒക്കെ പ്രയോജനപ്പെടുത്തും. ഇതിനു പുറമെ കുട്ടിയുടെ അഭിരുചി അനുസരിച്ചുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് നൽകും. പുസ്തകങ്ങൾ വെറുതെ നൽകുകയല്ല, വായിച്ച പുസ്തകത്തെ കുറിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ അവന്റെ കഴിവ് ഏതിലാണ്, പ്രഭാഷണത്തിലാണ് കഴിവെങ്കിൽ ആ പുസ്തകത്തിന്റെ ആശയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക തുടങ്ങിയ തുടർ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് ഞാൻ നടപ്പിലാക്കും. പിന്നെയോ നമുക്ക് ഈ പറയുന്ന പോലെ ഓഡിയോ ബുക്കുകളൊക്കെ ലഭ്യമാണ്. അപ്പൊ ഓഡിയോ പിന്നെ കഥകളൊക്കെ ലഭ്യമാണ് അല്ലെ, ഓഡിയോ ബുക്കുകൾ ഒക്കെ ലഭ്യമാണ്. അപ്പൊ അവയൊക്കെ കേൾക്കാനും അതേക്കുറിച്ച് പറയാനും ഒക്കെയുള്ള അവസരങ്ങൾ ക്ലാസ് റൂമുകളിൽ സൃഷ്ടിച്ചു കൊടുക്കാം. അപ്പോൾ കഥ നമ്മൾ വായിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് മറ്റൊരാൾ നമുക്ക് വായിച്ചു തരുന്നതും. അങ്ങനെയുള്ള അവസരങ്ങൾ വിനിയോഗിക്കുമ്പോൾ കൃത്യമായ ഭാഷാ പ്രയോഗം കുട്ടികൾക്ക് പഠിക്കാനാകും. ഇത് കേട്ട് അവയെ ആ കഥയെ അതുപോലെ അവർ തനതായ രീതിയിലും കൂടി കുട്ടിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ അവിടെ ഭാഷാപരമായ ശേഷികൾ വികസിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇത്തരം കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് കൂടുതൽ സഹായകരമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ നമുക്ക് കുട്ടികളുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കണം. പദസമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ തന്നെ അവര് ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകൾ, അവരാദ്യമായി കേൾക്കുന്ന വാക്കുകൾ, ഇവയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബുക്ക് കീപ്പ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കാം. അപ്പൊ ആ വാക്കുകൾ തിരഞ്ഞെടുത്ത ആ വാക്കുകൾ കുട്ടികൾ സ്വയം പ്രയോഗിച്ച് പഠിക്കാനായിട്ടുള്ള അവസരം കൊടുക്കാം. ആ വാക്കുകൾ ഉപയോഗിച്ച് ഒരു വാക്യമെങ്കിലും നിർമ്മിച്ച് ടീച്ചറെ കാണിക്കാനായിട്ട് പറയാം. നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പദസമ്പത്ത് നമുക്ക് വികസിപ്പിച്ചെടുക്കാനാകും. കുട്ടികളുടെ പദസമ്പത്തിനെ എൻറിച്ച് ചെയ്യാനായിട്ടാകും. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് പ്രസംഗ പരിശീലനം കൊടുക്കാം.
അല്ലെ? അത് ഞാൻ മുൻപ് പറഞ്ഞതാണ്. അതുപോലെ പ്രസംഗ പരിശീലനം കൊടുക്കാം. അതുപോലെ തന്നെ ഇവ അവതരിപ്പിക്കാനുള്ള വേദികൾ തിരഞ്ഞെടുത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റെജിൻ ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്ന വേദികളൊക്കെ അവരെ കൊണ്ട് ഇത്തരം കുട്ടികളെ കൊണ്ട് അവതരണത്തിനുള്ള അവസരങ്ങൾ നൽകി കൊടുത്തുകൊണ്ട് സ്കൂളുകളിൽ അവർക്കൊരു അംഗീകാരം നൽകാം, അല്ലെ? അതുപോലെ തന്നെ സ്കൂളുകളിൽ നമുക്ക് റേഡിയോ അല്ലെങ്കിൽ വാർത്താ വായന ചാനൽ പോലെ തന്നെ നമ്മൾ നടത്തി പോകാറുണ്ട് പല സ്കൂളുകളിലും. ഇത്തരം അവസരങ്ങള് ഭാഷാപരമായ ബുദ്ധി പ്രകടമാക്കുന്ന കുട്ടികൾക്ക് നൽകാവുന്നതാണ്. അത് സ്കൂളിനും ഒപ്പം ആ വ്യക്തി എന്ന നിലയിൽ ആ കുട്ടിക്കുമൊക്കെ നല്ല രീതിയിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. സ്കൂളിന്റെ നിലവാരവും ഈ മൈക്കിൽ കൂടെയാണ് ഇതൊക്കെ കേൾക്കുന്നത്. സ്കൂളിന്റെ നിലവാരവും മറ്റുള്ളവർ അറിയാനൊരു സാധ്യത കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പത്രവാർത്തകൾ തയ്യാറാക്കാൻ സ്കൂളിന്റെ വാർത്തകൾ, സ്കൂൾ വാർത്തകൾ, ക്ലാസ് വാർത്തകൾ തയ്യാറാക്കുക എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൊടുക്കാം. അപ്പം ആ പത്രത്തിന്റെ പത്രാധിപനായിട്ട് ആ കുട്ടിയെ നമുക്ക് അസൈൻ ചെയ്യാം, അല്ലെ? ഇങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് UP സ്കൂളാണ്, നിങ്ങൾ UP ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവരാണ്. അപ്പം ഉയർന്ന നിലവാരമുള്ള കുട്ടികളാണ്. അപ്പൊ ആ കുട്ടികളെ കൊണ്ട് നമുക്ക് സ്കൂളിന് വേണ്ടി പത്രം ഉണ്ടാക്കാം. ഇങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനാകും. നിങ്ങൾ പറഞ്ഞതിന് പുറമെയാണ് പറഞ്ഞത്. ഓക്കെ ആണോ സുസ്മിത ടീച്ചറെ? സുസ്മിത ടീച്ചറെ കേൾക്കുന്നുണ്ടോ? വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കിട്ടിയോ? നമ്മള് ആൻസർ പറയുമ്പോ ആ കുട്ടികളെ മനസ്സിൽ വെച്ച് വേണം പറയാൻ. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? മഴയുടെ ശബ്ദം വരുന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചറിനോട് ഞാൻ അടുത്തത് നമുക്ക് ഈ ബുദ്ധി അങ്ങ് വിടാം, അല്ലെ? ഭാഷാപരമായ ബുദ്ധിയെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി പ്രകടിപ്പിക്കുന്ന കുട്ടികൾ ടീച്ചറിന്റെ ക്ലാസ്സിൽ അധികമായി ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുക? അതായത് ഇപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ ക്ലാസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഗണിത പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഫീസ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ നമ്പർ കാൽക്കുലേഷൻ അങ്ങനത്തെ കഴിവുകൾ കുട്ടികളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ക്ലാസ്സിൽ കൊടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് കുട്ടികൾ നന്നായിട്ട് ഉണ്ടാവും. ശരിയാ, പറഞ്ഞോ. യുക്തിചിന്ത ഉപയോഗിക്കുന്നത് സയൻസിലും ഉണ്ട്. അപ്പൊ അതൊക്കെ ആലോചിച്ചു. അതായത് യുക്തിചിന്ത ഉപയോഗിച്ച് പറയുമ്പോൾ പരീക്ഷണങ്ങള്, അതുപോലെ നിരീക്ഷണങ്ങള്, പല കാര്യങ്ങളും സയൻസുമായി ബന്ധപ്പെട്ട് പഠിക്കാം. പിന്നെ നമ്മുടെ പല വിശ്വാസങ്ങൾ കാര്യങ്ങളെടുക്കാം, അതൊക്കെ തിരിക്കാനും അതിനു വേണ്ടിയിട്ടും ഈ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ പറഞ്ഞതൊക്കെ കിട്ടിയോന്ന് സംശയമാണ് റെക്കോർഡിനകത്ത്. നോക്കട്ടെ. ഓക്കെ, അപ്പോ എന്താണ് നമ്മളിപ്പോ പറഞ്ഞത്? യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. ടീച്ചറിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാം. തീർന്നു. ഇനി ആരാണ് ഇതില്? ഷിഫ ടീച്ചർ പറഞ്ഞോ. യുക്തിപരമായി വീഡിയോ ഗണിതപരമായ ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക് പ്രശ്നങ്ങളെ പെട്ടെന്ന് പരിഹരിക്കാനും അതുപോലെ ശാസ്ത്രീയമായ രീതിയിൽ ചിന്തിക്കാനും സാധിക്കും. അവരുടെ നിയന്ത്രിതമായ ചുറ്റുപാടിലുള്ള ചെറിയ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടാനും അവർക്ക് നമുക്ക് ക്ലാസ്സിൽ ഇത്തരത്തില് ഉള്ള പരീക്ഷണങ്ങളും ചെറിയ ചെറിയ നിരീക്ഷണങ്ങളും നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഗണിതപരമായ പ്രശ്നങ്ങളിലും ഇവർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനാൽ പാറ്റേൺ ക്രമപ്പെടുത്തുക, അത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ പാറ്റേണുകൾ പൂർത്തിയാക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ചാർട്ടുകൾ ഉണ്ടാക്കുക, ഡയഗ്രാം ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ
ജ്യാമിതീയപരമായ ആ, ജ്യാമിതീയ എന്താ പറയാ ജ്യാമിതീയപരമായ ആ, പോയി എവിടെങ്കിലും എല്ലാ ദിവസവും എവിടെയെങ്കിലും കൊണ്ടൊന്നും ഇട്ടില്ലെങ്കിൽ ശിവ ടീച്ചറിന് സമാധാനമാകത്തില്ല. ആ വേറെ അടുത്തത് ജാമതി വോട്ട് വേറെ. അപ്പൊ അവര് യുക്തിപരമായിട്ടായിരിക്കും കുട്ടികൾ കാര്യങ്ങൾ ചിന്തിക്കുക. ശാസ്ത്രീയമായ രീതിയിലാണ് കാര്യങ്ങളെ കാണുക അവര്. പിന്നെന്താ മിസ്സേ കിട്ടുന്നില്ല. ഈ മിസ്സെ വിളിക്കുന്നോണ്ടാ ഈ മിസ്സാവുന്നത്. പാറ്റേണുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇത്തരം കുട്ടികൾക്ക് നിഗമനങ്ങളിൽ എത്താൻ കഴിയാറുണ്ടോ പെട്ടെന്ന്? ഇത്തരം വിദ്യാർത്ഥികൾക്ക് നിഗമനങ്ങളിലും പെട്ടെന്ന് എത്താൻ പറ്റും. കാരണം അവര് എത്തുന്ന നിഗമനങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും? അവര് യുക്തിപൂർവ്വം ചിന്തിക്കുന്നവരാണ്. അവര് ഒരു പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ നിരീക്ഷണത്തിന്റെ നിരീക്ഷണത്തിലൂടെയാണ് അവർ നിഗമനങ്ങളിൽ എത്തുന്നത്. അപ്പൊ അത് തീർച്ചയായും അതിനൊരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അവിടെ കൊടുക്കുന്നത്. സയന്റിഫിക് ടെമ്പർ കാണിക്കുന്ന കുട്ടികളായിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലയോ? ഇതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് കണക്ട് ചെയ്തൂടെ? നമ്മൾ ഈ നേരത്തെ പല ടൈമിൽ ഉപയോഗിച്ച് പല ടോപ്പിക്കായിട്ട് ഉപയോഗിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. KCF 2023 കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് KCF 2023 പറയുന്നത് കുട്ടികളിൽ ശാസ്ത്രീയ ബോധം വളർത്തുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്, പ്രശ്ന പരിഹരണ ശേഷിയില്ലേ? പ്രശ്നപരിഹരണ ശേഷി ശാസ്ത്രീയപരമായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണാനാണ് KCF 2023 പറയുന്നത്. അപ്പൊ സയന്റിഫിക് ടെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ചിന്തിക്കാനുള്ള ഒരു അതിന്റെ പിന്നിലെ യുക്തി ആണെന്ന് ഒരു ഇതാണ് വിദ്യാർത്ഥികൾക്ക് അവിടെ പറഞ്ഞു പൂർത്തിയാക്കാത്ത എന്താ? അവിടെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാക്കുകൾ കിട്ടുന്നില്ല. അത് എന്താ ഇപ്പൊ അങ്ങനെ വായന പോയോ? വായന കുറച്ച് കുറഞ്ഞു. ഗ്രൂപ്പ് ആക്ടിവിറ്റീസില് കുറച്ച് കുറവാ. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോ ഉണ്ടാവുന്ന പ്രശ്നം. മെയ് മാസത്തോടുകൂടി ഞാൻ ഈ ഗൂഗിൾ മീറ്റ് നിർത്തും. എനിക്കെല്ലാം നവംബർ തൊട്ടേ നിങ്ങളെങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ കുറച്ച് കാലമായി, ഇങ്ങനെ കൊണ്ടുനടന്നാൻ പറ്റത്തില്ല. അപ്പൊ മെയ് മാസത്തോടു കൂടി നിങ്ങൾ പെർഫെക്റ്റ് ആയിക്കോണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങളെ കളഞ്ഞിട്ട് പോകില്ല. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ വന്നിരുന്ന് ചെയ്യാനുള്ള സമയം കാണില്ല എനിക്ക്. ഇനി ഇത് മാത്രമായിട്ടിരുന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് മാത്രമായിട്ടിരുന്നാല് ശരിയാവില്ല. അടുത്ത ലെവലിലേക്ക് എനിക്കും പോണ്ടേ. അപ്പൊ അതുവരെ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ ഓടി വന്നോണം. ഓടി വന്ന് നമ്മുടെ എല്ലാ പ്രശ്നത്തിനെയും മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മണിക്കൂർ ഗൂഗിൾ മീറ്റിന് ചെലവഴിക്കുന്നത് പോലെ അത് എക്സ്ട്രാ 1 മണിക്കൂറും കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ദിവസം 2 മണിക്കൂർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചേ പറ്റൂ. ഇനി അധികം നാളും ഇല്ല. അപ്പോൾ എങ്ങനെയും കണ്ടെത്തുക. ഏതെങ്കിലും ടൈം ഒന്നെങ്കിൽ ഉറക്കം മാറ്റി വെച്ച് അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് എപ്പോഴാന്ന് വെച്ചാൽ അത് കണ്ടെത്തി പ്രിപ്പയർ ആവണം. ഒരു കാരണവശാലും ഇനി പിറകോട്ട് പോകരുത്. നോമ്പൊക്കെ ആയിട്ട് കുറേ ഇടയ്ക്കിടയ്ക്ക് മിസ്സായി. ഇപ്പോൾ നല്ല രീതിയിൽ വന്നതാണ്, പിക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വന്നതാണ്, വീണ്ടും താഴേക്ക് പോകുന്നു. അങ്ങനെ ഉണ്ടാകാതെ മേലിലേക്ക് വരട്ടെ കേട്ടോ. ഇതിപ്പോ ആദ്യത്തെ സ്റ്റേജ് പോലെ, ഇന്നിപ്പോ സംസാരിച്ചപ്പോൾ ആദ്യത്തെ സ്റ്റേജ് പോലെ ഇടയ്ക്കിടയ്ക്ക് വീഴ്ച വരുന്നു, തടയൽ വരുന്നു. അത് ഷിഫ ടീച്ചറിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് മാറ്റാൻ പറ്റും. നമ്മൾ ഇന്ന് തന്നെ ഇരുന്ന ആ നോട്ട്സ് എല്ലാം ഒന്ന്, പഴയ നോട്ടുകളെല്ലാം ഒന്നുകൂടി ഒന്ന് വായിച്ച് ഒന്ന് റെഡിയായി തനിയൊന്ന് സംസാരിച്ചൊക്കെ നോക്കുമ്പോൾ അതങ്ങ് ശരിയാവും. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ മസ്റ്റായിട്ട് നിങ്ങൾ സംസാരിച്ചിടുക. എൻ്റെ സമയം പോലെ ഞാൻ അതേക്കുറിച്ചുള്ള വോയിസ് എപ്പോൾ ഇട്ടാലും നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ നിങ്ങളുടെ ടൈം കണ്ടെത്തി അത് കേൾക്കുക. അപ്പോൾ പറ്റുന്ന സമയങ്ങളിൽ ഞാനിത് ഓർമ്മയുണ്ട്. അതന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്കാണ് ഇന്നിട്ടത്, സംസാരിച്ചിട്ടത്. പറ്റുന്നത്ര ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാം. നിങ്ങൾ പറഞ്ഞതിപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ട് മറുപടി പറയാനുള്ള ഒരു സമയം ചില ദിവസങ്ങളിൽ കിട്ടാറില്ല. അപ്പോൾ
അതിന് പകരമായിട്ട് നിങ്ങൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞു, ഞാനിടുന്ന വോയിസ് കൂടെ കേട്ടിട്ട് നിങ്ങൾ സ്വയം അതിനെക്കുറിച്ചൊന്ന് കണക്ട് ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഈ പ്രശ്നങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം അങ്ങ് മാറും കേട്ടോ. സാരമില്ല. ഇനി ആരാണ് സംസാരിക്കുന്നത്? മിസ്സേ, നമ്മള് പിന്നെ സൈക്കോളജി ഒക്കെ നമ്മള് എക്സാമിന് അത്രയും കണ്ടന്റ് കവർ ചെയ്യണം, അതോ സ്പെഷ്യൽ ആയിട്ട് നമ്മള് കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്ത് നോക്കേണ്ട ടോപ്പിക്കുകൾ ഉണ്ടോ സൈക്കോളജിയിൽ? അങ്ങനെ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ടീച്ചറെ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലേ, ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മള് പ്രതീക്ഷിച്ച ചോദ്യമല്ല എന്താണ് റിപ്പബ്ലിക്, ഇങ്ങനെ ഒരു ചോദ്യം വന്ന് ചോദിക്കുമെന്നോ. പിന്നെ ഇത് സാധാരണഗതിയിൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ഇതൊന്നും. എന്താണ് പിന്നെ റിപ്പബ്ലിക്, നമ്മളുടെ പിന്നെ രാഷ്ട്രപതി ആരാണ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അത് ജസ്റ്റ് ചോദിച്ചാൽ ഓക്കെ. ഒരു ഇന്റർവ്യൂവിന് മുഴുവൻ ഇത്തരം ചോദ്യങ്ങൾ വരിക, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന എന്താ, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ വായിച്ചും പറഞ്ഞും പോവുക. ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ കണക്ട് ചെയ്യുക. അതാണ് സംഭവം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഞാൻ ടീച്ചറെ സൈക്കോളജി കവർ ചെയ്തിട്ടില്ല, കുറച്ചിങ്ങോട്ട് വായിച്ചെത്തിയിട്ടുള്ളൂ, അതാണ് ചോദിച്ചത്. സൈക്കോളജി ഫുള്ള് കവർ, ഞാൻ തരുന്ന ടോപ്പിക്ക് കവർ ചെയ്യുക. ഓരോ ടോപ്പിക്ക് പ്രധാനപ്പെട്ടതല്ലേ തരുന്നത്, ചോദ്യങ്ങൾ കാണുന്നത് കൊണ്ടല്ലേ ആ മേഖല തരുന്നത്. ഇല്ലെങ്കിൽ കണക്ട് ചെയ്ത് തരാനാണെങ്കിൽ ഞാൻ ആ ചാപ്റ്റർ മൊത്തം തരത്തില്ലേ. അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഹവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി മാത്രം, ഏകഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, അങ്ങനെ പല പല സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടില്ലേ. ഇത് വല്ലതും നമ്മൾ ചോദിച്ചോ? നമ്മള് ഇതിനകത്ത് ബുദ്ധിയിൽ നിന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കാണ് എടുത്തത്. അതുപോലെ പിന്നെ ജ്ഞാനനിർമ്മിതിവാദികൾ ഒരുപാടുണ്ട്. അതിനകത്ത് നമ്മൾ എടുത്തത് പിയാഷയും വൈഗോട്സ്കിയും ബ്രൂണറും ആണ് പ്രധാനമായിട്ട് എടുത്തത്. അത് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്താൽ മതി അല്ലേ? അങ്ങനെ ഞാൻ പറയുന്നത് അനുസരിച്ച്. ഇനിയിപ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ടൈം ആകുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാത്തിലൂടെയും പോവുകയാണ്. വീണ്ടും വീണ്ടും പോയി നിങ്ങളെ മാത്രമായി കിട്ടാനായിട്ടാണ് ഞാൻ ഈ കാത്തിരിക്കുന്നത്. ഇനിയിപ്പം ജഷ്മി ടീച്ചറൂടെ, ജഷ്മി ടീച്ചറിന് UP ഉണ്ടോ? ഇല്ല ടീച്ചറെ, LP മാത്രമേ ഉള്ളൂ. LP ഉള്ളൂ. ടീച്ചർ 9-ാം തീയതി ടീച്ചറും പോവും. അത് കഴിയുമ്പോ പിന്നെ ബാക്കി എല്ലാം UP-ക്കാരേ ഉള്ളൂ. അല്ലെങ്കിലും ഈ പറയുന്ന ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആദ്യം മുതൽ ഓർമ്മപ്പെടുത്തി, കാര്യം നിങ്ങൾക്ക് സമയമുണ്ട് ഇനി. അപ്പോ ടോപ്പിക്ക് വൈസ് ആയിട്ട് ഞാൻ ഇന്ന് എല്ലാം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്ക് തരണം എല്ലാം ഞാൻ ഇന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഡേറ്റ് ഉൾപ്പെടെ. ഇനി ടീച്ചറെ, പിന്നെ എന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടോ, ബാരിയർ ഉണ്ടോ? അത് സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും കയറി വരിക, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാതിരുന്നിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ക്വസ്റ്റ്യൻ തരും, അപ്പോഴും പറയാം. എന്താ ടീച്ചറെ, പരമാവധി നോക്കുന്നു ടീച്ചറെ. അത്രയും എന്താ പറയാ, ടീച്ചറിന് കഴിവുണ്ട്, ടീച്ചറിന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ടീച്ചർ ഫ്രീ ആവുന്നില്ല എന്നുള്ള കാര്യമാണ്. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതേ ഉള്ളൂ. ഞാൻ ടീച്ചർ പോവലാണ് ഫ്രീ ആവാൻ വേണ്ടിട്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് അതിനും പറ്റുന്നില്ല. ഇതും നോമ്പൊക്കെ ആയിട്ട് ഇനിയിപ്പോ നാളെ മുതൽ പിന്നെ മോന് സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. അവനെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ പുറത്ത് പോണത്. അപ്പൊ അവൻ സ്കൂളില്ലാത്തതുകൊണ്ട് വേറെ ആരും ഏൽപ്പിക്കാനും ഇല്ല. ഈ ടൈം നോക്കി കാര്യങ്ങൾ ചെയ്യാം. 11 to 12 ആണ് നമ്മളുടെ ഡിസ്കഷൻ ടൈം. ആ സമയം ഒഴിച്ച് ബാക്കി സമയം അതിന് മുമ്പും ശേഷമായിട്ട് എല്ലാം അസൈൻ ചെയ്ത് പോവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നേരത്തെ അറിയിച്ചാൽ മതി. അറിയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ, അത് മോശമല്ലേ? എക്സ്ക്യൂസ് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എപ്പോഴും പറയാതിരിക്കുന്നത് നല്ലതാണോ? എക്സ്ക്യൂസ് പറയുന്നത് ഞാൻ കേരളം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എക്സ്ക്യൂസ് പറയാൻ തന്നെ മടിക്കുന്നത്. പിന്നെ ആ സമയത്ത് എന്തെങ്കിലും അങ്ങോട്ട് സ്ലിപ്പായി പോണതാണ്. നേരത്തെ പറയുക. ഇത് ഞാൻ പറഞ്ഞ അത് ടീച്ചറിന്റെ മാത്രമല്ല, ടീച്ചറിനോട് മാത്രമല്ല പറയുന്നത്, എല്ലാവരോടുമാണ്. ഇതിൽ പലരും ഈ ഒരു ഇത് പറഞ്ഞ 1-2 പേര് ഇപ്പൊ റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ല ആരൊക്കെയാണ് ഇന്റർവ്യൂ കഴിഞ്ഞ് റിമൂവ് ആയതെന്നും ആരൊക്കെയാണ് അല്ലാതെ ഞാൻ റിമൂവ് ആക്കിയതെന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്കറിയാതെ ഇതുപോലെ 2-3 കൺസെഷൻ കൊടുത്തിട്ട് അവർക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തിയിട്ട് പോലും എന്നോട് ഇതേ ഡയലോഗാണ് പറഞ്ഞത്, എക്സ്ക്യൂസ് പറയാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് പറയാൻ ബുദ്ധിമുട്ട്, ഓക്കെ, അതും മനസ്സിലാക്കി. അത്തവണത്തെ കാര്യവും കേട്ടു. വീണ്ടും ഞാൻ ഈ പറയുന്നതിനനുസരിച്ച് വീണ്ടും ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ ഞാൻ റിമൂവ് ചെയ്തു. ഒന്നും പറയാതെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അവർക്ക് തിരിച്ചു ചോദിക്കാനും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇതുവരെയും ചോദിച്ചിട്ടുമില്ല.
എക്സ്ക്യൂസ് പറയുന്നതും നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നതും ഇതിനകത്ത് ഏത് ചോയ്സ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് ആലോചിക്കുക. എക്സ്ക്യൂസ് പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കും, നിങ്ങളുടെ സിറ്റുവേഷൻ, ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്ക് മനസ്സിലാവത്തില്ലേ നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഞാൻ ഈ കടുംപിടുത്തം പിടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ആ സമയം. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ ഞാൻ പറയും 2-3 തവണയായേ, ഇനി ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഇങ്ങോട്ടേക്ക് വരും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവരുത്. റെജീന ടീച്ചറിന്റെ പിന്നെ പരിധി കഴിഞ്ഞു കേട്ടോ, 2-3 തവണയായി, അതുകൊണ്ട് പരിധി കഴിഞ്ഞു. ഞാൻ പിന്നെ ഇപ്രാവശ്യം നമ്മളെ ജലദിനത്തിന്റെ അന്നേ എനിക്ക് ഒരു സംസാരിക്കാൻ വേദി കിട്ടിയേ. ആ സമയത്ത് ഞാൻ ടീച്ചറെ കണ്ടമാനം ഓർത്ത് കാരണം എനിക്ക് അപ്പൊ കുറച്ചെങ്കിലും നന്നായിട്ട് പറയാൻ പറ്റും. ടീച്ചർ ഇങ്ങനെ ട്രെയിൻ ചെയ്തോണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായി. നന്നായിരിക്കട്ടെ, എല്ലാ മേഖലയിലും മുന്നോട്ട് വരട്ടെ. ഓക്കെ, നമുക്ക് ബാക്കിയൊക്കെ പിന്നെ ഇനി ചോദ്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി അതിന്റെ വികാസത്തിന് എന്തൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആരാ പറയുന്നേ? റെജീന ടീച്ചർ തന്നെ പറഞ്ഞോ. നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻസ് നടത്താം ടീച്ചറെ. പിന്നെ ഇതുപോലുള്ള ക്വിസ് കോമ്പറ്റീഷന് മാർക്ക് ഇടാനും അതിന്റെ ഗ്രേഡിങ്ങിനും ഈ കുട്ടികൾക്ക് തന്നെ അവസരം കൊടുക്കാം. അത് ശരിയായ നടപടിയാണോ? അങ്ങനെ ടീച്ചറെ, ഇപ്പൊ നമ്മൾ കുട്ടികളെ വിളിച്ചുകൊണ്ട് ഒരു 2 ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പിന്റെ മാർക്ക് അവർ തന്നെ ബോർഡിൽ അടയാളപ്പെടുത്താൻ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാം. അപ്പൊ ഗ്രൂപ്പില് ഡിസ്കഷന് പങ്കെടുക്കുന്ന കുട്ടികൾക്കും അതൊരു ബെനിഫിറ്റ് ആണ്. ഇത് മാർക്ക് ചെയ്യുന്ന കുട്ടിക്കും ഒരു സ്പിരിച്വാലിറ്റി കിട്ടും. വേറെ പറ, ഇനി തുടർച്ച അതി മാത്രം പിടിച്ചു നിൽക്കരുത്, അടുത്തടുത്ത ഡയഗ്രാം അനാലിസിസുകൾ കൊടുക്കാം. അതില് പിന്നെ ഇപ്പൊ നമുക്ക് പത്രത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് സാമ്പത്തിക ഇതൊക്കെ പത്രത്തിൽ വരാറുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വരാറുണ്ടല്ലോ, അതിനെ കുറിച്ച് അവരോട് ഡയഗ്രാം തയ്യാറാക്കാൻ പറയാം. അതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം ടീച്ചറെ. കഴിഞ്ഞു. പിന്നെ സ്പെഷ്യലായിട്ട് ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കാം അവർക്ക്. ഞാനിപ്പം അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരു ഗെയിം സ്വന്തമായിട്ട് കുട്ടികൾ ടീച്ചേഴ്സിന് സപ്പോർട്ടിങ്ങോട് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് പിന്നെ ഈ നമ്മൾ കണ്ടെത്തുമല്ലോ വേരിയബിൾ, എന്താ പറയാ, ബീജഗണിതത്തില് പിന്നെ നമ്മൾ അതിന്റെ വാല്യൂ കണ്ടെത്തുമല്ലോ, അത് പിന്നെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ആദ്യം കണ്ടെത്തുന്നവർക്ക് ഒരു പോയിന്റ്. അങ്ങനെ നമ്മളതിനെ പിന്നെ ഇതിൽ കൊണ്ടുപോവുകയും ചെയ്തു, ശാസ്ത്രമേളക്ക് കൊണ്ടുപോവുകയും ചെയ്ത് അതിന് ഉപജില്ലയിൽ നമുക്ക് സെക്കൻഡ് അടിക്കുകയും ചെയ്തു. അത് നിരന്തരം നമ്മൾ കൊടുത്ത് അവർക്കൊരു ഗെയിം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അവരെ കൊണ്ട് സ്ഥിരം ചെയ്യിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഓക്കെ, വേറെ ഓക്കെ, ഞാൻ പറയാം. അതായത് ഗണിത ചിന്ത, അതുപോലെ യുക്തിപരമായ ചിന്ത, ഇതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നവരാണ് ഈ പറയുന്ന അല്ലെ, ഗണിതപരവും യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധിക്കകത്ത് വരുന്നത്. യുക്തിചിന്തയെ നന്നായി ഉപയോഗിക്കുന്നവർ, അതുപോലെ ഗണിതപരമായ ബുദ്ധി ഉള്ളവരുമാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പൊ ഈ 2 ശേഷികളും വികസിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പൊ യുക്തിപരമായി എന്ന് പറയുമ്പോൾ തന്നെ പല ക്വിസുകൾ പല ഗെയിമുകളുണ്ട്. യുക്തിചിന്തയെ അളക്കുന്ന പലതരം ഗെയിമുകളുണ്ട്. ഈ ഗെയിമുകൾ നമുക്ക് ക്ലാസ്സിൽ നടപ്പിലാക്കാം. അതായത് നമുക്ക് ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ സ്ക്രീനുകളുണ്ട്. സ്ക്രീനുകളിൽ ചിത്രങ്ങൾ, 2 തരത്തിലുള്ള ചിത്രങ്ങൾ കൊടുത്ത് സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ യുക്തിചിന്ത ഉപയോഗിക്കേണ്ട ഗെയിമുകൾ കൊടുക്കാറുണ്ട്. ഇതിൽ ആരാണ് കുറ്റവാളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ ചോദിക്കാറില്ലേ, ഇതിൽ ആരാണ് കുറ്റവാളി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഗെയിമുകൾ നമ്മൾ യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ ആരാണ് പിന്നെ നന്നായി പെരുമാറിയത്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗെയിമുകളായിട്ട് വരാറുണ്ട്. അപ്പൊ ഇത്തരം ചില ഗെയിമുകൾ, യുക്തിചിന്ത ഉപയോഗിക്കേണ്ട ചില ഗെയിമുകൾ നമുക്ക് ക്ലാസ്സിൽ പ്ലേ ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് പിന്നെ അവർക്ക് യുക്തിചിന്ത ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കാം. അങ്ങനെ നമുക്ക് അവരുടെ ഡെവലപ്മെന്റ് കൂട്ടാം. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ക്രോസ് വേർഡ് പസിൽസുകൾ, പലതരം പസിൽസുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. സുഡോക്കോ അല്ലെ, ഗെയിം സുഡോക്കോ കളിക്കത്തില്ലേ നമ്മള് നമ്പേഴ്സ് ഉപയോഗിച്ച്, ഇങ്ങനെയുള്ള ഗെയിമുകൾ. അപ്പൊ ഗെയിമുകളിനകത്ത് എന്തൊക്കെയാണ് യുക്തിചിന്ത ഗണിതപരമായ ചിന്തയൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് നോക്കി ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റുബിക്സ് ക്യൂബ് കൊടുത്തൂടെ?
കൊടുക്കാമോ? കൊടുക്കാൻ ടീച്ചറെ. ആ, അപ്പൊ ഇതുപോലെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനാകും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പാറ്റേണുകൾ കണ്ടെത്താനും പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും ഒക്കെയുള്ള അവസരം കൊടുക്കാം. അതുപോലെ ഇക്വേഷൻസ് കൊടുത്തിട്ട് അതിനെ പിന്നെ കൃത്യമായി ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുള്ള ഗണിതം കുട്ടികളെ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അതിന്റെ പിന്നിലെ യുക്തി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ ലഘു പരീക്ഷണങ്ങൾക്കുള്ള അവസരം കൊടുക്കാം. അതുപോലെ പ്രോജക്റ്റുകൾ പിന്നീട് നമുക്ക് ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ വിവരശേഖരണമൊക്കെ ഇവര് നടത്താനൊക്കെ ഉള്ള മാർഗങ്ങളെല്ലാം ഈ കുട്ടികൾ തന്നെ കണ്ടെത്തണം. അവരുടെ യുക്തിചിന്ത ഉപയോഗിച്ച് അവർ തന്നെ ഒരു പ്രോജക്റ്റ് ഒക്കെ ഫുള്ളായിട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ കുട്ടികൾക്ക് എന്നല്ല, ക്ലാസ്സിലെ മിക്ക കുട്ടികൾക്കും അത് കൊടുക്കേണ്ടത് തന്നെയാണ്. എങ്കിലാണ് പ്രശ്നപരിഹരണ ശേഷിയും ഒക്കെ രൂപപ്പെടുകയുള്ളൂ. അപ്പൊ KCF 2023 പ്രകാരം യുക്തിചിന്തയ്ക്കും പ്രശ്നപരിഹരണ ശേഷിക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ സയന്റിഫിക് ടെമ്പർ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മളുടെ KCF 2023 ഡീൽ ചെയ്യുന്നതാണ്. പാഠ്യപദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ യുക്തിചിന്തയുള്ള കുട്ടികളിൽ സയന്റിഫിക് ടെമ്പർ ഉണ്ടാകും. അപ്പൊ അത് പരിശോധിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൊടുക്കാനാകും. ഏതൊരു കാര്യം കൊടുക്കുമ്പോഴും അതിനെ യുക്തിപൂർവ്വം ആ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെയുള്ള കൂടുതൽ അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. അവരുടെ മുന്നിൽ പുത്തൻ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരം ആ കുട്ടികളോട് നമുക്ക് ചോദിക്കാം. പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് പ്രശ്നമായി കുട്ടിക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ വേണം അവതരിപ്പിക്കാൻ എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അപ്പൊ ഇത്തരത്തില് ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനാകും. നിങ്ങൾ സമയം കണ്ടോ? ആകെ ചോദിച്ചത് രണ്ടേ രണ്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങളൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഊഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അത് ഇനി എന്തായിരിക്കും, അതിന്റെ ഫലമായിട്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുക്കാം. അതിന്റെ ഉത്തരം അവർ കണ്ടെത്തണം. അപ്പൊ ആ കണ്ടെത്തല് യുക്തിപൂർവ്വമുള്ളതായിരിക്കണം, അല്ലെ? യുക്തിചിന്ത ഉപയോഗിക്കേണ്ടി വരും അവിടെ. അങ്ങനെ ഗണിതപരമായ ബുദ്ധിയുടെ കാര്യങ്ങൾ, കണക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു. ഞാൻ ആ യുക്തിയുടെ കാര്യം, യുക്തിചിന്ത എന്നുള്ളത് വെച്ചിട്ടാണ് സംസാരിച്ചത് കേട്ടോ. പിന്നെ ഈ ഗെയിമുകളിൽ തന്നെ ലോജിക് ബേസ് ആയിട്ടുള്ള ഗെയിമുകൾ, ചെസ് ബോർഡ്, പിന്നെ ലൂഡോ പോലുള്ള ഗെയിമുകളൊക്കെ അല്ലേ? ലൂഡോ ലോജിക് ആണോ? അല്ല, ആണോ? ചെസ്സൊക്കെ, അതൊക്കെ നമുക്ക് പറയാനാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്ത് ഫോണിനകത്താണ്. അങ്ങനെയാണെങ്കിൽ ഒരു കർഷകനില് കൂടുതലായുള്ള ബുദ്ധി ഏതാണ് എന്നത് ആരാ പറയണ്ടേ? ശ്രവ്യ ടീച്ചറെ പറഞ്ഞോ. കർഷകനിൽ കൂടുതലായി പ്രകടമാകുന്ന ബുദ്ധി ദൃശ്യസ്ഥലപര ബുദ്ധിയായിരിക്കും കൂടുതലായിട്ടും. ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ് ഏറ്റവും കൂടുതൽ. മാത്രമേ ഉള്ളോ? അതും വേണം. ശാരീരിക ചലനപരമായ ബുദ്ധിയും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേറൊന്നും കൂടെ ഉണ്ട്, പറഞ്ഞില്ല. പ്രകൃതിപരമായ ബുദ്ധി. പ്രകൃതിപരമായ ബുദ്ധി, അങ്ങനെയില്ലേ? അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിപരമായ ബുദ്ധി. ഈ പറഞ്ഞ ശാരീരിക ചലനപരമായ ബുദ്ധിയും അതുപോലെ ദൃശ്യസ്ഥലപരമായ ബുദ്ധിയും വേണം. ഒരു അധ്യാപകനിലോ ഈ പറയുന്ന ഒട്ടുമിക്ക ബുദ്ധിയും വേണം, ഇല്ലേ? ഭാഷാപരം. അധ്യാപകന് ഭാഷാപരമായ ബുദ്ധി വേണം. പിന്നെ യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി വേണം. അധ്യാപകന് ഒരുവിധം എല്ലാം വേണം. ഈ പറയുന്ന എല്ലാ ബുദ്ധികളും എല്ലാവരിലും ഉണ്ടോ അതോ ഇല്ലേ? ഒന്നോ രണ്ടോ എണ്ണേ ഉള്ളോ? ബുദ്ധിയുടെ ഈ ബഹുമുഖങ്ങൾ എല്ലാവരിലും ഉണ്ടോ? എല്ലാവരിലും ഉണ്ട്, പക്ഷെ അതിന്റെ അളവ് ഏറിയും കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ചാണ് പറയാനൊന്ന് താമസിച്ച്, ഇങ്ങനെ ഒന്ന് ആലോചിച്ച്. അതിനെ ഈ വീഡിയോ ഓണാക്കാൻ പറയുന്നത്, കള്ളത്തരം കണ്ടുപിടിക്കാൻ. പെട്ടെന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല, ഒരുപാട് മാറ്റമുണ്ട്, മാറിക്കോളും കേട്ടോ. നേരത്തെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ ശ്രവ്യ ടീച്ചറെ? സംസാരം കുറവാണ്.
ഇപ്പം ശരിയായി വരുന്നില്ലേ? ആദ്യത്തെക്കാളും മാറ്റമുണ്ട് കേട്ടോ. മാറി മാറി വരുന്നുണ്ട്. ആദ്യം സംസാരിച്ചപ്പോ ഓർത്തെടുക്കുന്ന കണ്ണിങ്ങനെ കൂടുതലും ഇങ്ങനെ എന്നിട്ട് നിർത്തുക. ഏറ്റവും ലാസ്റ്റ് വരുമ്പോ സൗണ്ട് ഇങ്ങനെ കുറയും. തുടക്കം ഒന്ന് പറയാൻ വന്നിട്ട് ഇങ്ങനെ സൗണ്ട് കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതൊക്കെ മാറി. അങ്ങനെ ഒരുപാട് മാറ്റമുണ്ട്. ഇതെല്ലാം ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിലും ഉണ്ടെങ്കിൽ പറയാം. ഇപ്പം പെട്ടെന്ന് ഉത്തരം പറയുന്നു, വീഡിയോ പെട്ടെന്ന് ഓൺ ചെയ്യുന്നുണ്ട്. മറ്റേത് അതിനെല്ലാം ഒരു പേടിയായിരുന്നു, ഒരു താമസം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ഈ ബുദ്ധി, ബഹുമുഖ ബുദ്ധി എല്ലാ ബുദ്ധിയും എല്ലാ ആൾക്കാരിലും ഉണ്ട്. പക്ഷെ അതിന്റെ അളവ് ചിലരിൽ കൂടുതലായിരിക്കും, ചിലരിൽ കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ചാണ് ഓരോരുത്തർ ഓരോ മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ച് അതിൽ ഉയർന്ന രീതിയിൽ എത്തുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സിൽ ഇതെല്ലാം വേണമല്ലോ അല്ലേ? അല്ലേ, ഇതെല്ലാം വേണം ഒരുവിധം. ഇതിനകത്തൊക്കെ ഒരു പിന്നെ ഈ പറയുന്ന എല്ലാ ബുദ്ധിയും എല്ലാവരിലും വേണം. പ്രത്യേകിച്ച് അധ്യാപകരിൽ ഈ പറയുന്ന എല്ലാ ബുദ്ധിയുടെയും ഒരു പകുതിയെങ്കിലും അല്ലെ, ഒരു 50% വേണം. ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം വേണ്ടതാണ്. ഭാഷാപരമായ ബുദ്ധി വേണം അല്ലെ, ശാരീരിക ചലനപരമായ ബുദ്ധി അത്യാവശ്യമാണ്. കാരണം കുട്ടികളുമായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ പങ്കെടുക്കുമ്പോൾ ടീച്ചേഴ്സും അവർക്കും റോൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഭാഷാപരമായ ബുദ്ധി എല്ലാ അധ്യാപകർക്കും വേണ്ടതാണ്. ശ്രവ്യ ടീച്ചറിനും അതുണ്ട്. പക്ഷെ അവിടെ വരുന്നത് എന്താ, ആന്തരിക വൈയക്തിക ബുദ്ധിയുടെ കുറവാണോ എന്തോ അല്ലെ, മറ്റുള്ളവരുമായിട്ട് അതെ അതെ, കറണ്ട് പോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കണം, നിങ്ങളിൽ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്, ഏതാണ് കുറവുള്ളത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്തൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൻസി ടീച്ചറേ, എന്താണ് വ്യക്തിയാന്തര ബുദ്ധി? അൻസി ടീച്ചറേ. വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള കഴിവ് കൂടുതലായിരിക്കും. മറ്റുള്ളവരായിട്ട് ആശയവിനിമയം നടത്താനും അവരുടെ വികാരങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ കൂടെ നിന്ന് അവരൊപ്പം പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടുതലുള്ളവരായിരിക്കും ഈ വ്യക്തിയാന്തര ബുദ്ധി കൂടുതലുള്ള ആളുകൾ. അവര് സാധാരണ ശോഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? അവർക്ക് മറ്റുള്ളവരായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നന്നായിട്ട് കഴിയും. ആ മേഖലയിൽ നല്ല കഴിവുള്ളവരായിരിക്കും. അത് പ്രയോജനപ്പെടുന്ന തൊഴില് മേഖലകള് ഏതൊക്കെയാണ്? കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ് ഒക്കെ നന്നായിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ നല്ല കഴിവുള്ള ആളുകൾ. പിന്നെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ചില അധ്യാപകർക്കും നല്ല കഴിവുള്ള അധ്യാപകരുണ്ടാവും. കുട്ടികളെ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ കൂടെ നിൽക്കാൻ പറ്റിയ കഴിവുള്ള ആൾ. പിന്നെ സഹപാഠികളുടെ കൂട്ടത്തിലും കഴിവുള്ളവരുണ്ടാവും. അങ്ങനൊന്നും രക്ഷപ്പെടാൻ പറ്റൂല, ഇനിയുണ്ട്. നമ്മള് സാധാരണഗതിയിൽ കാണുന്ന ഈ വെള്ളം ഇടുന്ന അസുഖമുള്ള ആളുകള്, രാഷ്ട്രീയക്കാർക്കുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതാണ് അല്ലെ, വ്യക്തിയാന്തര ബുദ്ധിയില്ലേ, സമൂഹവുമായിട്ട് ഇടപഴകുന്നവരല്ലേ. അപ്പം അവര് പിന്നുണ്ടോ? പിന്നെ സാമൂഹിക പ്രവർത്തകരൊക്കെ കേട്ടോ. ഓക്കെ, ശരി ടീച്ചറെ. എന്തുവാടാ? ഡോക്ടേഴ്സിനും ഈ കഴിവ് വേണ്ടേ? എല്ലാവർക്കും വേണം. പിന്നെ ഡോക്ടേഴ്സിനും വേണം. അവർക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റണം. കൗൺസിലിംഗ് കൂടുതലും മനഃശാസ്ത്രപരമായിട്ടുള്ള ആളുകള്. ഇനി അങ്ങനെയാണെങ്കിൽ ആരോടാണ്? രമ്യ ടീച്ചറെ, എന്താണ് ആന്തരിക വൈയക്തിക ബുദ്ധി? മഴയാണെന്ന് രമ്യ ടീച്ചറെ. സുസ്മിത ടീച്ചറെ പറഞ്ഞോളൂ. ടീച്ചറെ, ആന്തരിക വൈയക്തിക ബുദ്ധി. ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുമ്പോ
അതെന്താണെന്നാണോ പറയേണ്ടത്? അതെങ്ങനെ? എന്താണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ആദ്യം വേണം. സ്വന്തം കഴിവുകള്, ലക്ഷ്യങ്ങള്, താല്പര്യങ്ങള് ഇതൊക്കെ ഈ ബുദ്ധിയുള്ള ആൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതനുസരിച്ച് പ്രവർത്തനങ്ങള് അറേഞ്ച് ചെയ്യാനും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും ഈസിയായിട്ട് സാധിക്കും. പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയിൽ ആന്തരിക വൈയക്തിക ബുദ്ധിയുടെ പ്രാധാന്യം എത്രത്തോളമാണ്? പ്രാധാന്യം നല്ലോണം ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു ബുദ്ധിയുള്ള ഒരാൾക്കാണ് ആളുടെ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സ്വന്തം നില എന്താണെന്ന് അറിയണം. ഇതൊക്കെയാണ് അവനവന്റെ കുറവുകള്, അവനവന്റെ കഴിവുകള്, ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതൊക്കെ പരിഹരിച്ചുകൊണ്ടും മികവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അവനവന്റെ കഴിവ് തിരിച്ചറിയുന്നതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുള്ളൂ. ഓക്കെ, ശരി ടീച്ചറെ. അപ്പൊ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാല് സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള ബുദ്ധിയാണ് അല്ലെ. ശേഷി കൂടുതലുള്ള ആളുകളിൽ ആന്തരിക വൈയക്തിക ബുദ്ധി ഉണ്ട് എന്ന് നമുക്ക് പറയാനാകും. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി കൂടുതലുള്ള ആളുകളിൽ ആന്തരിക വൈയക്തിക ബുദ്ധി ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. അപ്പൊ ആന്തരിക വൈയക്തിക ബുദ്ധി ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അപ്പൊ തന്റെ കഴിവുകൾ എവിടെയാണ്, തന്റെ പോരായ്മ എവിടെയാണ് എന്നൊക്കെ ആ വ്യക്തിക്ക് തിരിച്ചറിയാനും അതിനുള്ള പരിഹാരം കാണാനും കഴിയും. എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാല് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായമില്ലാതെ, പുറമേ നിന്നുള്ള ആളുകളുടെ സഹായമോ നിർദ്ദേശമോ ഇല്ലാതെ അവർക്ക് സ്വയം പരുവപ്പെടാനും മാറ്റങ്ങൾക്ക് വിധേയരാകാനും ഒക്കെ ഇവിടെ കഴിയും കേട്ടോ. നല്ല മഴ, ഭയങ്കര സൗണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ചോദ്യത്തിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബുദ്ധിയെയും എടുത്തു വെച്ച് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. എന്താണെന്ന് പറയാൻ പറ്റണം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ കൊടുക്കാൻ കഴിയുമെന്നും പറയാൻ പറ്റണം, എങ്ങനെ ഈ ബുദ്ധി ഉള്ള കുട്ടികളെ തിരിച്ചറിയാമെന്ന് പറയാൻ കഴിയണം. ഏതാണെങ്കിലും നമുക്ക് ടാലന്റ് ലാബ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ശാസ്ത്രമേള, കലാമേള, മേളകള് ഒക്കെ പ്രയോജനപ്പെടുത്തുക. മികവുത്സവങ്ങളെ കോർത്തിണക്കി സംസാരിക്കുക കേട്ടോ. പറഞ്ഞോ. വന്ന് നമുക്ക് നോക്കുന്നൊക്കെ ഏത് ബുദ്ധിയ ടീച്ചറെ കൂടുതലുള്ളത് അറിയാൻ പറ്റും. അത് ടീച്ചർ ഇരുന്ന് കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞോ. റെക്കോർഡിനകത്ത് നമുക്ക് സമയമില്ല. ഇന്നിപ്പോ നിർത്താണ്. ഞാൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നു. മേളില് ഷീറ്റാണ്, നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നോണ്ട് ഞാൻ ഈ വീടിന്റെ ടോപ്പിലാണ്. അപ്പൊ വെള്ളം വീഴുന്ന സൗണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഗുഡ് നൈറ്റ് ടീച്ചർ.